أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد عدد من صلى عليه من خلقك. اللهم صل على سيدنا محمد كما ينبغي لنا أن نصلي عليه. اللهم صل على سيدنا محمد كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك الذي الله عباده الذين آمنوا وعملوا الصالحات. قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. صدق الله العلي العليم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ألف الألف نظام مده أعلى العالي أول السطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. بالغ المداه في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله
لا إله إلا الله لا إله إلا الله محمد رسول الله طه قلبي مذ أتيت وادي النقى فما تابعا بإداد طه تاليا للتالي تال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ثاب ثابت الذرى من السراء إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جود من جاد الوجود وجوده جاد الجوى جمعا وفرقا بعد جمع الجمع للرجال جال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله واعلموا أمة سيدنا محمد صلى الله عليه وسلم ബഹുമാനികളെ അല്ലഫൽ അലിഫ് പാടിപ്പറയുന്നു പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഇതിലൂടെ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അവിടുത്തോടൊന്നിച്ച് സ്വർഗം ലഭിക്കാനും ഇതൊരു ഹേതുവാക്കി തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ നീ അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. അവിടുത്തെ ആശിഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ ചെന്ന് അനവധി സ്വലാത്ത് സലാം ചൊല്ലാൻ ഞങ്ങൾക്ക് കുടുംബസമേതം നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവിധ ആഫാത്ത് മുസീബാത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നാട്ടിൽ പടർന്നു പിടിച്ചിട്ടുള്ള കോവിഡ് എന്ന മഹാമാരി അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നീ അത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് അല്ലഫൽ അലിഫു, അലിഫായ സാധുവായ ബലഹീനനായ ദുർബലനായ ഞാൻ രചിക്കുന്നു. നിലാമ മദ്ഹി അഅ്ലൽ ആലി ആൽ, അത്യുന്നതരായ ആ ഉന്നതി തീർച്ചയായും നൽകപ്പെടേണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിനെ ഞാനിവിടെ കോർത്തിണക്കുകയാണ് എന്നു പറഞ്ഞ് മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ വിനയം സ്ഫുരിക്കുന്ന വാക്കിലൂടെ ബിസ്മി ചൊല്ലി ഞാനിതാ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ നാമം കൊണ്ട് ഈ വരികൾക്ക് തുടക്കമാവുകയാണ് എന്ന് പറഞ്ഞു വെച്ചു. ഏത് രചനയുടെയും ഏത് കവിതയുടെയും
ഏത് ഗ്രന്ഥത്തിൻ്റെയും ശൈലി ഇങ്ങനെയായിരിക്കും. ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ രചയിതാക്കളും പാലിച്ചു പോരുന്നതാണ്. അതിൽപ്പെട്ട ഈ രചനയുടെ പ്രാരംഭത്തിലുള്ള ബിസ്മിയാണ് ഇന്നലത്തെ ഒരു വരിയിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. നമ്മുടെ വിഷയാവതരണം ഓരോ ദിവസം ഓരോ വരി എന്ന രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അതോടൊപ്പം ഹംദ്, ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഹംദ് ചൊല്ലണം, പിന്നെ സ്വലാത്ത് ചൊല്ലണം, പിന്നെ സലാം ചൊല്ലണം. ആ ഹംദ്, ആ സ്വലാത്തും സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും അവിടുത്തെ കുടുംബങ്ങളും തുടങ്ങിയവരുടെ പേരിലായിരിക്കണം. ആ വിഷയത്തിലേക്കാണ് ഇന്നത്തെ വരി വിരൽ ചൂണ്ടുന്നത്. ആദ്യമായി അല്ലാഹുവിനെ ഹംദ് ചൊല്ലുകയാണ്. അഹ്മദുല്ലാഹ, ഇന്നത്തെ വരിയുടെ പദാനുപദ അർത്ഥം ഞാൻ ആദ്യമൊന്ന് വെക്കാം. അഹ്മദുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. മുസല്ലിയൻ, സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം, മുസല്ലിമ, സലാം ചൊല്ലുന്നതോടൊപ്പവും. അപ്പോൾ ഞാൻ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന് ഞാൻ ഹംദും ചൊല്ലുകയാണ്. ആരുടെ മേലാണ് സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്നത്? അലാ അഹ്മദിൻ, അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. വൽ ആൽ, അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ പേരിൽ. വൽ അസ്ഹാബി, അവിടുത്തെ അനുചരന്മാരുടെ പേരിലും. മൻ ലിൽ ആലി ആൽ, മൻ വമൻ ലിൽ ആലി, ആ കുടുംബത്തിലേക്ക് ആല ചേർന്നിട്ടുള്ളവരുടെ പേരിലും ഞാനിതാ സ്വലാത്ത് സലാം ചൊല്ലുകയാണ്. പറഞ്ഞതിന്റെ സംക്ഷിപ്തം, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും അവിടുത്തെ അനുചരന്മാരുടെ പേരിലും അവിടുത്തെ കുടുംബത്തിലേക്ക് ചേർന്നിട്ടുള്ളവരുടെ പേരിലും ഞാനിതാ സ്വലാത്ത് സലാം ചൊല്ലുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. വരികൾ ഇങ്ങനെ വായിക്കാം. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അഹ്മദുല്ലാഹ, ഞാനിതാ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു രചനക്ക് തൗഫീഖ് തന്ന നാദാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അവദാനങ്ങൾ കോർത്തിണക്കാൻ സൗഭാഗ്യം തന്ന നാദാ, ഞാനിതാ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലാഹു ചെയ്ത നിഅമത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിക്ക് ഇൽമിനുള്ള തൗഫീഖ് കിട്ടുക എന്നത്, ഒരു വ്യക്തിക്ക് ഇൽമിന്റെ ഖാദിമാവുക എന്നത്, ഒരു വ്യക്തി ദീനിന്റെ ഖാദിമാവുക എന്നത്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. ഞാനിതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ കോർത്തിണക്കിയിട്ട് ഞാനൊരു കവിത രചിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹ് ആദ്യമായി ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എഴുതാൻ സൗഭാഗ്യം കിട്ടിയതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹു തആല ചെയ്തിട്ടുള്ള നിഅമത്തുകൾ എത്രയാണ്! റബ്ബ് ചെയ്ത നിഅമത്തുകൾക്കെല്ലാം നമ്മൾ ശുക്ർ ചെയ്യേണ്ടവരല്ലേ? മഹാനായ റിഫാഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിലാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫലമ്മാ റഫഅ റഅസഹു മിനർ റുകൂഅ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റുകൂഇൽ നിന്ന് തല ഉയർത്തുന്നു. തല ഉയർത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, സമിഅല്ലാഹു ലിമൻ ഹമിദാ, സമിഅല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരികയാണ്. അപ്പോഴതാ പിന്നിൽ നിന്നൊരു വ്യക്തി, ഒരു സ്വഹാബി, റബ്ബനാ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകാ, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. സ്തുതിയുള്ള ആ പദങ്ങളങ്ങ് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫലമ്മൻ സറഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ സ്വലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ ചോദ്യമാണ്, മനിൽ മുതകല്ലിമു, ആരാണ് നേരത്തെ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് ചൊല്ലിയതാരാണ്? അപ്പോൾ അതാ സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അന യാ റസൂലല്ലാഹ്, അത് ഞാനാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറയുന്നു, അറിയുമോ നിങ്ങൾക്ക്, ലഖദ് റഅയ്തു ബിദ്അതൻ വസലാസീന മലകാ യബ്തദിറുനാ അയ്യുഹും യക്തുബുഹാ അവ്വലാ, നിങ്ങൾ ചൊല്ലിയ ഹംദ്, ആ ഹംദ് അതാ നന്മയായി എഴുതപ്പെടാൻ വേണ്ടി, എഴുതാൻ വേണ്ടി 30 ചില്ലാനും മലക്കുകൾ തിരക്ക് കൂട്ടുകയാണ്. ഞാനാണ് എഴുതുന്നത്, ഞാനാണ് എഴുതുന്നതെന്ന് പറഞ്ഞ് 30 ചില്ലാനും മലക്കുകൾ തിരക്ക് കൂട്ടുകയാണ്. ഒരു വിശ്വാസി ഹംദ് ചൊല്ലിയാൽ, കൽബിൽ തട്ടിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ അതെഴുതാൻ മലക്കുകൾ തിരക്ക് കൂട്ടുന്നതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹംദെങ്കിലും ചൊല്ലാൻ നമ്മൾ സന്നദ്ധരാവണം. ഈ ഉമ്മത്ത് ഹംദ് ചൊല്ലുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വായിക്കാം. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അഹ്മദ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമത്തെ വിശദീകരിക്കും ഈ വരിയിൽ. അവിടെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുന്ന് ധാരാളം ഹംദ് ചൊല്ലുന്നവരാണ്. അള്ളാഹുവിന് ചെയ്യുന്ന ശുക്റിന്റെ ചിത്രമാണ് ഹംദ് എന്നത്. അള്ളാഹു അനന്തമായ നിഅമത്തുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ എത്രയാണ് റബ്ബിന്റെ നിഅമത്തുകൾ അനുഭവിച്ചത്, എത്രയാണ് എൻ്റെ ശരീരത്തിൽ എത്രയാണ് റബ്ബ് നിഅമത്ത് ചെയ്തിട്ടുള്ളത്. എൻ്റെ വീട്, എൻ്റെ പരിസരം, എൻ്റെ വാഹനം, എനിക്ക് അള്ളാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകൾ എത്രയാണ്. അതിലുപരിയായി കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തല്ലേ നമ്മൾക്ക് ഈമാൻ തന്നു എന്നത്. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്തല്ലേ. നമ്മൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവിടുത്തെ പ്രവാചകരായി അംഗീകരിച്ചു എന്നത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. അപ്പൊ എത്രയെത്രയാണ് നമ്മൾ ഹംദ് ചൊല്ലേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ, ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ ഹംദ് ചൊല്ലാനുള്ള തൗഫീഖ് കിട്ടിയത് ഒരു നിഅമത്തല്ലേ. അപ്പോൾ ആ ഹംദ് ചൊല്ലിയതൊരു നിഅമത്താണ്. ആ നിഅമത്തിന് വേറെ ശുക്ർ ചെയ്യണം. അപ്പോ രണ്ടാമതൊരു ഹംദ് വേറെ ചൊല്ലണം. രണ്ടാമത്തെ ഹംദ് ചൊല്ലാൻ കഴിഞ്ഞത് മറ്റൊരു നിഅമത്താണ്. ആ നിഅമത്തിന് വേറെ ശുക്ർ ചെയ്യണം. അപ്പോൾ മൂന്നാമതൊരു ഹംദ് ചൊല്ലണം. മൂന്നാമത്തെ ഹംദും നിഅമത്തല്ലേ, അതിനും ശുക്ർ വേണ്ടേ. നാലാമത്തെ ഹംദും നിഅമത്തല്ലേ, അതിനും ശുക്ർ വേണ്ടേ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പ്രപഞ്ചത്തിൽ വളരെ തുച്ഛമായ കാലം നമ്മൾ ജീവിക്കുമ്പോൾ എത്രയാണ് റബ്ബ് നിഅമത്ത് ചെയ്തതെന്നറിയുമോ. അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നില്ലേ, അല്ലാഹു നമുക്ക് കണ്ണിന് കാഴ്ച തന്നില്ലേ, കാതിന് കേൾവി തന്നില്ലേ, സംസാര വൈഭവം തന്നില്ലേ, ശരീരത്തിന് അല്ലാഹു ആരോഗ്യം തന്നില്ലേ. എത്രയാണ് നമ്മൾ അല്ലാഹുവിന് നിഅമത്ത് ചെയ്യുന്നവരാണോ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണോ. ഭക്ഷണം കഴിച്ചാൽ ഖൽബിൽ തട്ടിയിട്ട് ഒരു അൽഹംദുലില്ലാ എങ്കിലും ചൊല്ലാൻ കഴിയാറുണ്ടോ. കൂട്ടുകാരെ, ആലോചിച്ചു നോക്കൂ, എത്ര ആളുകളാണ് ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, എത്ര സാധുക്കളാണ് പ്രയാസപ്പെടുന്നവര്. അവർക്കൊരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരില്ലേ. വർഷങ്ങളോളമായി വായിലേക്ക് സ്പൂണിലും മറ്റുമൊക്കെ ആക്കിയിട്ട് കുടുംബക്കാര് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാലങ്ങളായി കിടക്കുന്നവരില്ലേ. എന്നാൽ എൻ്റെ മുഅ്മിനായ കൂട്ടുകാരെ, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത് എത്രയാണ്. നമ്മളെ അല്ലാഹു കിടത്തിയില്ലല്ലോ, അല്ലാഹു നമ്മളെ കുഴക്കി കളഞ്ഞില്ലല്ലോ. ചൊല്ലാറുണ്ടോ ഹംദ്, നമ്മള് ചെയ്യാറുണ്ടോ ശുക്ർ നമ്മള്. അല്ലാഹുവേ, ഞങ്ങളെ നീ ശാക്കിരീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട് അല്ലാ, അവർക്കെല്ലാം നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാ, പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ കവിതയുടെ രചയിതാവ്, അല്ലാഹുവിനെ ബിസ്മി ചൊല്ലി അല്ലാഹുവിന്റെ നാമത്താൽ തുടങ്ങി. ഇന്ന് അൽഹംദുലില്ലാ ചൊല്ലി, ഇനി മുസല്ലിയൻ മുസല്ലിമാ, ഞാനിതാ സ്വലാത്ത് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്.
ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. രചന നടത്തുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്, രചനയ്ക്ക് മുമ്പായിട്ട് സലാം ചൊല്ലേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് അസ്സഖാവി എന്നവര് തന്റെ അൽ ഖൗലുൽ ബദീഉ ഫി സ്വലാത്തി അലൽ ഹബീബി ശഫീഉ എന്ന ഗ്രന്ഥത്തിൽ 85-ലധികം സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലേണ്ട രംഗങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സ്വലാത്തു ചൊല്ലേണ്ട സമയങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മാഷാ അല്ലാഹ്, 85-ലധികം സ്ഥലങ്ങൾ സ്വലാത്തു ചൊല്ലേണ്ട സ്ഥലങ്ങൾ. പ്രധാനപ്പെട്ടവ ഞാനൊന്ന് വായിക്കാം. മഹാനായ മുഹമ്മദ് അസ്സഖാവി എന്നവര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലണം. എപ്പോഴാണ്? കൽ ഫറാഗി മിനൽ വുളൂഇ, ഒന്ന് വുളൂഇൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് സ്വലാത്തു ചൊല്ലണം. 2 വത്തയമ്മുമി, തയമ്മുമിൽ നിന്ന് വിരമിക്കുമ്പോൾ സ്വലാത്തു ചൊല്ലണം. എന്റെ മുതഅല്ലിമീങ്ങളെ, അൽ ഖൗലുൽ ബദീഇൽ ഞാൻ ഈ വായിക്കുന്നതിനെല്ലാം ഓരോ അധ്യായമാക്കിയിട്ട് ഹദീസ് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തേത് വൽ ഗുസ്ലി മിനൽ ജനാബ, ജനാബത്ത് കുളിയിൽ നിന്ന് വിരമിച്ചാൽ സ്വലാത്തു ചൊല്ലണം. 4-മത്തേത് വൽ ഹൈലി, ആർത്തവകാരി അവൾ കുളിച്ചു ശുദ്ധിയായാൽ സ്വലാത്തു ചൊല്ലണം. 5-മത്തേത് വഫി സ്വലാത്തി, നിസ്കാരത്തിൽ സ്വലാത്ത് വേണം. 6 വഇന്ദ ഇഖാമത്തിഹാ, ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് വേണം. എന്നിട്ട് അവിടെ എഴുതുകയാണ് വാക്കദഹാ ബഅദ സുബ്ഹി വൽ മഗ്രിബി, സുബ്ഹി മഗ്രിബ് എന്നീ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ട്. 7 വഫി തശഹുദി, അത്തഹിയാത്തിൽ സ്വലാത്ത് വേണം. 8 വൽ ഖുനൂതി, ഖുനൂത്തിൽ സ്വലാത്ത് വേണം. വഇന്ദൽ ഖിയാമിൽ തഹജ്ജുദി, 9-മത്തേത് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 10-മത്തേത് വബഅദഹു, തഹജ്ജുദിന് ശേഷം സ്വലാത്ത് വേണം. 11-മത്തേത് വൽ മുറൂരി ബിൽ മസാജിദി, പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 12-മത്തേത് വറുഇയതിഹാ, പള്ളി കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 13-മത്തേത് വദുഖൂലിഹാ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 14 വൽ ഖുറൂജി മിൻഹാ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 15 വബഅദ ഇജാബത്തിൽ മുഅദ്ദിനി, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഇജാബത്ത് കൊടുത്തതിന് ശേഷം സ്വലാത്ത് ചൊല്ലണം. 16 വഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച പകലിൽ സ്വലാത്ത് ചൊല്ലണം. 17 വലൈലത്തിഹാ, വെള്ളിയാഴ്ച രാവിൽ സ്വലാത്ത് ചൊല്ലണം. 18 വസ്സബ്തി, ശനിയാഴ്ച സ്വലാത്ത് ചൊല്ലണം. 19 വൽ അഹദി, ഞായറാഴ്ച സ്വലാത്ത് ചൊല്ലണം. 20 വൽ ഇസ്നൈനി, തിങ്കളാഴ്ച സ്വലാത്ത് ചൊല്ലണം. 21 വസ്സലാസായി, ചൊവ്വാഴ്ച സ്വലാത്ത് ചൊല്ലണം. ഇതിനെല്ലാം പ്രത്യേകമായ തെളിവുകൾ, ഇതിനെല്ലാം പ്രത്യേകമായ ഹദീസുകൾ ഖൗലുൽ ബദീഇൽ കാണുന്നുണ്ട്. വഖുതുബത്തിൽ ജുമുഅത്തി, ജുമുഅയുടെ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലണം. വൽ ഈദൈനി, 2 പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലണം. വൽ ഇസ്തിസ്ഖാഇ, മഴയെ തേടുന്ന നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലണം. അതിന്റെ ഖുതുബയിൽ സ്വലാത്ത് വേണം. 25 വൽ കുസൂഫൈനി, 2 ഗ്രഹണ നിസ്കാരങ്ങളുടെ ഖുതുബയിൽ സ്വലാത്ത് വേണം. 26 വഫി അസ്നായി തക്ബീറാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിൽ, പെരുന്നാളിന്റെ തക്ബീറുകൾക്കിടയിൽ സ്വലാത്ത് വേണം. 27 വൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിൽ സ്വലാത്ത് ആവാം. 28 വഇന്ദ ഇദ്ഖാലിൽ മയ്യിത്തി അൽ ഖബറ, മയ്യിത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 29 വഫീ ശഹരി ശഅബാൻ, ശഅബാൻ മാസത്തിൽ സ്വലാത്ത് പ്രത്യേകം ചൊല്ലണം. കാരണം എന്തേ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് തുടങ്ങുന്ന സ്വലാത്തിന്റെ കൽപ്പനയുള്ള ആയത്ത്, ആ ആയത്ത് അവതീർണമായത് ശഅബാൻ മാസത്തിലാണ്. 30 വഇന്ദ റുയത്തിൽ കഅബ, കഅബ കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലാം.
31 വഫൗക സ്വഫാ, സ്വഫയുടെ മുകളിൽ കയറിയാൽ സ്വലാത്ത് ചൊല്ലണം. 32 വൽ മർവതി, മർവക്ക് മുകളിൽ കയറിയാൽ സ്വലാത്ത് ചൊല്ലണം. 33 വഇൻദൽ ഫറാഗി മിനത് തൽബിയ, തൽബിയത്തിൽ നിന്ന് വിരമിച്ചാൽ സ്വലാത്ത് ചൊല്ലണം. 34 വസ്തിലാമിൽ ഹജരി, ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 35 വൽ മുൽതസിമി, മുൽതസിമിൽ ചെന്നു നിൽക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 36 വഫി അശിയത്തി അറഫ, അറഫയുടെ പ്രഭാതത്തിൽ സ്വലാത്ത് ചൊല്ലണം. 37 മസ്ജിദുൽ ഖൈഫി, അറഫയിലെ മസ്ജിദുൽ ഖൈഫിൽ ചെല്ലുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 38 വഇൻദ റുയത്തിൽ മദീന, മദീന കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 39 വസിയാറത്തി ഖബരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 40 വദാഇഹി, ഖബർ സിയാറത്ത് കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 41 വറുയത്തി ആസാരിഹി ശരീഫ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പ് കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അവിടുത്തെ ഷഅർ മുബാറക് കണ്ടാൽ സ്വലാത്ത് ചൊല്ലണം. 42 വമവാതിഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന സ്ഥലങ്ങൾ കണ്ടാൽ സ്വലാത്ത് ചൊല്ലണം. 43 വമവാഫിഖ് വമവാഖിഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന സ്ഥലം കണ്ടാൽ സ്വലാത്ത് ചൊല്ലണം. അവിടെ ഖൗലുൽ ബദീഉ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മിസ്ല ബദർ, ബദർ രണാങ്കണം പോലെ അവിടെ എത്തുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 44 വഇൻദ ദബീഹ, അറവ് നടത്തുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 45 വൽ ബൈഇ, കച്ചവടത്തിന്റെ സമയത്ത് സ്വലാത്ത് ചൊല്ലണം. 46 വ കിതാബത്തിൽ വസിയ്യ, വസിയ്യത്ത് എഴുതി വെക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 47 വൽ ഖുതുബത്തിൽ തസവ്വുജി, വിവാഹത്തിന് വേണ്ടി ഖുതുബ ഓതുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 48 വഫി ത്വർഫൈൻ നഹാരി, പകലിന്റെ ആദ്യത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലണം. 49 വഇൻദ ഇറാദത്തിൻ നൗമി, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ സ്വലാത്ത് ചൊല്ലണം. 50 വസഫരി, യാത്ര ഉദ്ദേശിച്ചാൽ സ്വലാത്ത് ചൊല്ലണം. 59 വറുകൂബി ദാബത്തി, വാഹനപ്പുറത്ത് കയറുന്ന സമയത്ത് അതാ അവിടെ സ്വലാത്ത് ചൊല്ലണം. 52 വലിമൻ ഖല്ല നൗമുഹു, ഉറക്ക് കുറവായവര് സ്വലാത്ത് ചൊല്ലണം. 53 വഇൻദൽ ഖുറൂജി ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. അങ്ങാടിയിൽ നിന്ന് പോരുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. 54 വദുഖൂലിൽ മൻസിലി, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. വഫ്തിതാഹിർ റസായിലി, 55 കത്തെഴുതാൻ തുടങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 56 വബഅദൽ ബസ്മലതി, ബിസ്മിക്ക് ശേഷം സ്വലാത്ത് ചൊല്ലണം. 57 വഇൻദൽ ഹമ്മി വൽ കർബി വശദായിദി, ടെൻഷനുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 58 വൽ ഫഖരി, ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 59 വത്താഊൻ, പ്ലേഗ് രോഗം, പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ സ്വലാത്ത് ചൊല്ലണം. കോവിഡ് പോസിറ്റീവായവരുണ്ടോ? ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ടോ? ഹോസ്പിറ്റലുകളിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ടോ? കൂട്ടുകാരെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ, സമയം വെറുതെ കളയേണ്ടതില്ല. 60 വഫി അവ്വലി ദുആഇ, ദുആഇന്റെ ആദ്യത്തിൽ സ്വലാത്ത് ചൊല്ലണം. വഔസതിഹി, ദുആഇന്റെ മധ്യത്തിൽ സ്വലാത്ത് ചൊല്ലണം. 63 വആഖിരി, 62 വആഖിരിഹി, ദുആഇന്റെ അവസാനത്തിൽ സ്വലാത്ത് ചൊല്ലണം. 63 വഇൻദ ത്വനീനിൽ ഉദ്നി, ചെവി പ്രത്യേകമായ ശബ്ദമുണ്ടാക്കുമ്പോൾ ചെവി മൂളുക എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെവി മൂളുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. ഇതിനെല്ലാം ഹദീസ് തെളിവുണ്ട് കേട്ടോ. അൽ ഖൗലുൽ ബദീൽ. 64 വഖദരിർ റിജ്ലി, കാലിന് തരിപ്പനുഭവപ്പെട്ടാൽ, കാലിന് വേദന അനുഭവപ്പെട്ടാൽ സ്വലാത്ത് ചൊല്ലണം. അദബുൽ മുഫ്രദിൽ ഇതിന് തെളിവില്ലേ? ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഗ്രന്ഥമല്ലേ അദബുൽ മുഫ്രദ്. 65 വൽ ഉതാസി, തുമ്മുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. 66 വന്നിസിയാനി, എന്തെങ്കിലും മറന്നുപോയാൽ സ്വലാത്ത് ചൊല്ലണം. 67 വസ്തിഹ്സാനി ശൈഇ, ഏതെങ്കിലും ഒരു കാര്യം നല്ലതായിട്ട് ഭംഗിയുള്ളതായി കണ്ടാൽ അവിടെ സ്വലാത്ത് ചൊല്ലണം. 68 വാക്കിലിൽ ഫജ്ലി, ഫജ്ലി എന്നൊരു പ്രത്യേകമായ ചെടിയുണ്ട്. ഒരു ചുവന്ന കായുള്ള ചെടിയാണ്. ആ കായ കഴിക്കുമ്പോൾ, ആ ചെടി കഴിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 69 വനഹീഖിൽ ഹമീരി,
കഴുതയുടെ ശബ്ദം കേട്ടാൽ അവിടെ സ്വലാത്ത് ചൊല്ലണം. 70 വത്തൗബത്തി മിനദ്ദംബി, പാപത്തിൽ നിന്ന് പാശ്ചാത്താപം നടത്തുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 71 വമായ അർദു മിനൽ ഹവായിജി വഫിൽ അഹ്വാലി കുല്ലിഹാ, ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 72 വലിമനുത്തുഹിമ വഹുവ ബരീ, നിരപരാധിയെ കണ്ടാൽ സ്വലാത്ത് ചൊല്ലണം. 73 വഇൻദലിഖാഇൽ ഇഖ്വാനി, സഹോദരന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 74 വതഫ്രീഖിൽ ഖൗമി, സമൂഹത്തിൽ നിന്ന് വിട്ടുപോരുമ്പോൾ, ഒരു സംഘത്തിൽ നിന്ന് വിട്ടുപോരുന്ന സമയത്ത് അവിടെ സ്വലാത്ത് ചൊല്ലണം. വഇൻദജ്തിമാഇഹിം, ആ സമൂഹത്തിലേക്ക് സംഘമായി ചേരുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 76 വഖത്മിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്താൽ സ്വലാത്ത് ചൊല്ലണം. 77 വലി ഹിഫ്ളിഹി, ഖുർആൻ മനപ്പാഠമാക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 78 വഇൻദൽ ഖിയാമി മിനൽ മജ്ലിസി, ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റാൽ സ്വലാത്ത് ചൊല്ലണം. 79 വഫീ കുല്ലി മൗദീൻ യജ്തമിഉ ഫീഹി ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഏതെല്ലാം മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടെയെല്ലാം സ്വലാത്ത് വേണം. 80 വഫ്തിത് വഇൻദ ദിക്രിഹി, തുടങ്ങുന്നതിന്റെ മുമ്പ് സ്വലാത്ത് വേണം. 81 വനശ്രിൽ ഇൽമി, ഇൽമ പ്രചരിപ്പിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. 82 വഖിറാഅത്തിൽ ഹദീസ്, ഹദീസ് ഓതുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. 83 വൽ ഇഫ്താ, മസ്അല ഫത്വ കൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. 84 വൽ വഅദി, വഅദ് പറയുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം. 85 വ കിതാബുഹു ഇസ്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെഴുതുന്ന സമയത്തും അവിടെയും സ്വലാത്ത് ചൊല്ലേണ്ടതാണ്. അൽ ഖൗലുൽ ബദീഉ ഫി സ്വലാത്തി അലൽ ഹബീബി ശഫീഉ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ എടുത്തു വായിച്ചിട്ടുള്ളത്. കൂട്ടുകാരെ, ജീവിതം പൂർണ്ണമായി സ്വലാത്തിലാകട്ടെ, അങ്ങനെ ഹബീബിലേക്ക് ചേരാമല്ലോ. സുബ്ഹാനല്ലാഹ്, 85 സ്ഥലങ്ങൾ ഞാനിപ്പോൾ അക്കമിട്ട് വായിച്ചു. ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം കൂടെ വായിക്കണം എന്ന് കരുതിയതായിരുന്നില്ല. പ്രധാനപ്പെട്ടത് വായിച്ചു വന്നപ്പോൾ എല്ലാം പ്രധാനപ്പെട്ടതാണെന്ന് തോന്നി, അങ്ങനെ പൂർണ്ണമായി അങ്ങ് വായിച്ചതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ أحمد والآل والأصحاب من للآل آل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. മുസല്ലിമാ, ഞാൻ അവിടുത്തെ പേരിൽ സലാമും ചൊല്ലുകയാണ്. ഏതു പ്രവാചകരാണ്? അലാ അഹ്മദിൻ, അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ് അഹ്മദ് എന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, ഖാലൽ ഉലമാഉ, യൂസുഫ് സാലിഹി സുബുലുൽ ഹുദാ വർ റഷാദ് ഫീ സീറത്തി ഖൈറിൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് അഹ്മദ് എന്ന പേര് ദുനിയാവിൽ ഒരാളും വെച്ചിട്ടില്ല. വലാ തുസമ്മാ ബി അഹദുൻ ഫീ ഹയാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഹയാത്ത് കാലത്തും ഒരാളും ഈ പേര് വെച്ചിട്ടില്ല. പിന്നെ അവിടുത്തെ വഫാത്തിന് ശേഷം ആദ്യമായി പേര് വെച്ചത് ഖലീൽ ഇബ്നു അഹ്മദ് എന്നവരുടെ പിതാവാണ്. ഖലീൽ എന്നവരാണ്. അവര് മുതഅല്ലിമീങ്ങളെ പരിചയമില്ലേ? സീബവൈ ഇമാമിനെ നഹ്വിന്റെ ഖായിദകൾ പറയുന്ന സമയത്ത്, അറബി വ്യാകരണത്തിന്റെ നിയമങ്ങൾ പറയുന്ന സമയത്ത് സീബവൈ ഇമാമിനെ എടുത്തു പറയാറില്ലേ? ആ സീബവൈ ഇമാമിന്റെ ശൈഖാണ്. അവരാണ് ആദ്യമായി അഹ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നത് എന്ന് യൂസുഫ് സാലിഹി എഴുതുന്നുണ്ട്.
എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ അഹ്മദ് എന്ന പേര്, മുഹമ്മദ് എന്ന പേര്? അതെല്ലാം അവിടുത്തെ സ്തുതിയെക്കുറിച്ച് അറിയിക്കുന്നതാണ്. ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സ്തുതിച്ചവര്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ലോകത്തെ എല്ലാവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്തുതിക്കുകയുമാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്തുതിക്കുകയാണ്. മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്, ഇമാം സുഹൈലി റഹിമഹുല്ലാഹ്, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇവരെല്ലാം തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹംദുമായി ബന്ധപ്പെട്ട പേര് പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഫഇന്നസ്മുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്മദ് വ മുഹമ്മദ്. ഹബീബായ തങ്ങളുടെ പേര് അഹ്മദ് എന്നാണ്, മുഹമ്മദ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. വ ഉമ്മത്തുഹു അൽ ഹമ്മാദൂൻ. അവിടുത്തെ ഉമ്മത്തിന് ഒരു ഓമന പേരുണ്ട്, അൽ ഹമ്മാദൂൻ എന്നാണ്. അതും യഹ്മദൂന അല്ലാഹു തആല അല സറായി വല്ലറായി. ഹമ്മാദൂൻ എന്ന് പറഞ്ഞാൽ ധാരാളം സ്തുതിക്കുന്നവർ എന്നാണ്. ഈ ഉമ്മത്തിന്റെ പേരാണത്. അങ്ങനെ പേര് വരാൻ കാരണം എല്ലാ പ്രതിസന്ധിയിലും, എല്ലാ സന്തോഷങ്ങളിലും, എല്ലാ സന്താപങ്ങളിലും അവർ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരായിരിക്കും. സറായിലും ദറായിലും അല്ലാഹുവിനെ സ്തുതിക്കുന്നവര്. വസ്വലാത്തുഹും മുഫ്തതിഹത്തുൻ ബിൽ ഹംദി. ഈ ഉമ്മത്തിന്റെ നിസ്കാരം തുടങ്ങുന്നത് ഹംദ് കൊണ്ടാണ്. വഖുതുബതുഹു മുഫ്തതിഹത്തുൻ ബിൽ ഹംദി. ഈ ഉമ്മത്തിന്റെ ഖുതുബ തുടങ്ങുന്നത് ഹംദ് കൊണ്ടാണ്. വകിതാബുഹു മുഫ്തതിഹുൻ ബിൽ ഹംദി. ഈ ഉമ്മത്തിന്റെ ഖുർആനിന്റെ പ്രാരംഭവും ഹംദ് കൊണ്ടാണ്. അങ്ങനെ വശുരിഅ ലഹുൽ ഹംദു ബഅദൽ അക്ലി വശുർബി. ഈ ഉമ്മത്തിന് അന്നപാനീയങ്ങൾ കഴിച്ചാൽ അവർ ഹംദ് ചൊല്ലണമെന്നത് നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. വബഅദ ദുആഇന് ശേഷം ഹംദ് ചൊല്ലേണ്ടതുണ്ട്. വബഅദൽ ഖുദൂം മിനസ് സഫരി. യാത്ര കഴിഞ്ഞു വന്നാൽ ഹംദ് ചൊല്ലേണ്ടതുണ്ട്. വബിയദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിവാഉൽ ഹംദി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു പതാക മുത്തുനബിയുടെ കയ്യിലുണ്ട്. ആ പതാകയുടെ പേര് ലിവാഉൽ ഹംദ് എന്നാണ്, സ്തുതിയുടെ പതാക എന്നാണ്. അവിടെയും ഹംദിനോട് വലിയ ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അന്ത്യനാളിൽ പാരത്രിക ജീവിതത്തിൽ അവിടുത്തേക്ക് നൽകപ്പെടുന്ന വലിയൊരു സ്ഥാനമുണ്ട്. അതിലും ഹംദ് ഉൾപ്പെട്ടതാണ്. ആ സ്ഥാനത്തിന്റെ പേര് മഖാമും മഹ്മൂദ് എന്നാണ്, സ്തുതിക്കപ്പെട്ട സ്ഥാനമെന്നാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഉമ്മത്തും ഹംദുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അഹ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ആ നാമമാണ് മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ വരിയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ. ഓ ഹബീബായ നബിയേ, ഞാനിതാ അങ്ങയിലേക്ക് സ്വലാത്ത് ചൊല്ലുകയാണ് നബിയേ. അഹ്മദായ നബിയേ, ഞാനിതാ അങ്ങയിലേക്ക് സലാം ചൊല്ലുകയാണ് നബിയേ. വിദൂരമായ ദിക്കിൽ നിന്ന് ചൊല്ലുന്ന സ്വലാത്ത്, വിദൂരമായ ദിക്കിൽ നിന്ന് ചൊല്ലുന്ന സലാം, അത് മദീനത്തെത്തുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, ഉമ്മമാരെ, വ്യത്യസ്തങ്ങളായ ദിക്കിൽ നിന്ന് അല്ലഫൽ അലിഫ് പാടിപ്പറയുന്നത് കേൾക്കുമ്പോൾ മദീനയുടെ പച്ചക്കുബ്ബയുടെ താഴെ വിശ്രമിക്കുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് സ്വലാത്തിന്റെ മർമ്മരങ്ങൾ ഉയരട്ടെ. ഹബീബി വമലാദി വമൽജഇ വഖുറത്തി ഐനി വഖിതഅതി കബിദി
സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ഹനായ ഉമറുൽ ഖാഹിദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു അലാ അഹ്മദിൻ. ഇനി അവിടുന്ന് പറയുന്നത് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തെ നിങ്ങൾ മഹബത്ത് വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതല്ലേ? ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ? സൂറത്തു ശൂറയിലൂടെ അല്ലാഹു തആല പറയുന്നു, ഖുൽ, ഓ നബിയേ, നിങ്ങൾ പറയണേ നബിയേ, ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ ഈ പ്രബോധനത്തിന് വേണ്ടി നിങ്ങളോട് ഞാനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഞാൻ കാക്ഷിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, നിങ്ങളെന്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്നതല്ലാതെ, നിങ്ങളെന്റെ കുടുംബത്തോട് വിനയം കാണിക്കണം, നിങ്ങളെന്റെ കുടുംബത്തെ ബഹുമാനിക്കണമെന്നതല്ലാതെ എനിക്ക് ഈ പ്രബോധനത്തിന് പകരമായി നിങ്ങളൊന്നും നൽകേണ്ടതില്ല. ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഈ ആയത്ത് വിശദീകരിക്കുകയാണ് ഇബ്നു കസീർ. തന്റെ തഫ്സീറിൽ ഒരു സംഭവം എഴുതുന്നുണ്ട്. മഹാനായ ശദ്ദാദ് ഇബ്നു അബൂ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരിക്കൽ വാസിലത്ത് ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കയറി ചെന്നു. അപ്പോൾ വാസില റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വഇൻദഹു ഖൗമുൻ, ഒരുപാട് സ്വഹാബത്ത് ഇങ്ങനെ വട്ടമിട്ടിരിക്കുകയാണ്. അവരെ നേതാവ് വാസിലത്ത് ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ആ കൂടെ ഇരിക്കുന്നവരിങ്ങനെ പറഞ്ഞു, ഫദകറു അലിയൻ റളിയല്ലാഹു അൻഹു, അവര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫലമ്മാ ഖാമു ഖാല ലീ അലാ ഉഖ്ബിറുക ബിമാ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചുറ്റുഭാഗത്തിരിക്കുന്ന സ്വഹാബത്ത് അവര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ് അല്പസമയം കഴിഞ്ഞ് അവരങ്ങ് എഴുന്നേറ്റ് പോയപ്പോൾ ശദ്ദാദ് എന്നവര് പറയുന്നു, വാസിലത്ത് എന്നോട് ചോദിക്കുകയാണ്, ഓ ശദ്ദാദ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെയോ? ഞാൻ ഉടനെ പറഞ്ഞു, ബലാ. വാസില, നിങ്ങൾ എന്താണ് കണ്ടത്? പറയൂ വാസില. അപ്പോൾ പറയുന്നു, അതൈതു ഫാത്തിമത റളിയല്ലാഹു അൻഹാ അസ്അലുഹാ അൻ അലിയിൻ. ഞാനൊരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചു ചെന്നതാണ്. മഹാനായ വാസിലത്ത് ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവിടെ ഇല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയതാണ്. അപ്പോൾ ഞാൻ ഫജലസ്തു അൻതദിറുഹു ഹത്താ ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോഴതാ വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. കൂടെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്. ഒപ്പം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുണ്ട്. ആഖിദ കുല്ലു വാഹിദിൻ മിൻഹുമാ ബിയദിഹി ഹത്താ ദഖല. എല്ലാവരുടെയും കൈ ഹബീബായ തങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അവര് മൂന്നുപേരും കൂടെ വീട്ടിലേക്ക് കയറുന്നു. ഫാദിന അലിയ,
എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സമീപത്തേക്ക് ചേർത്തു നിർത്തി. ഫാത്തിമത, ഒരു ഭാഗത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹായെയും ചേർത്തു നിർത്തി. വാജിലസഹുമാ ബൈന യദൈ, എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അവർ രണ്ടുപേരെയും ഇരുത്തുകയാണ്. വാജിലസ ഹസനൻ വ ഹുസൈനാ കുല്ല വാഹിദിൻ മിൻഹുമാ അലാ ഫഖിദിഹി, അവിടുത്തെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടകളിൽ ഇരുത്തുകയാണ്. എന്നിട്ട് സുമ്മ ലഫ അലൈഹിം സൗബഹു ഔ ഖാല കിസാഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മേൽത്തട്ടമഴിച്ച് അതാ ഇവരെ നാലുപേരെയും കൂടെ വളയുകയാണ്. ഇവരെ നാലുപേരെയും കൂടെ ആ മേൽത്തട്ടത്തിൽ പൊതിയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത് ഓതുകയാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. അഹ്ലു ബൈത്തിനെ പരാമർശിക്കുന്ന ഈ ആയത്തങ്ങോതിയിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഹൗലായി അഹ്ലു ബൈത്തി വ അഹ്ലു ബൈത്തി അഹഖു, അല്ലാഹുമ്മ ഹൗലായി അഹ്ലു ബൈത്തി, അല്ലാഹുവേ ഇവരെന്റെ അഹ്ലു ബൈത്താണ്, ഇവരെന്റെ കുടുംബമാണ്, ഇവരെ പരമ്പരയിലൂടെ വരുന്നവരും എന്റെ കുടുംബമാണ്. അവരുൾക്കൊള്ളുന്ന കുടുംബത്തിലേക്കാണ് മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സ്വലാത്തു സലാം ചൊല്ലുന്നത്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കണം. സയ്യിദന്മാരെ മോശമാക്കരുത്, സയ്യിദന്മാരെ ചീത്ത പറയരുത്, സയ്യിദന്മാരെ കുറിച്ച് ഗീബത്ത് പറയരുത്. സയ്യിദന്മാരുടെ പ്രഭാഷണങ്ങൾക്കു താഴെ യൂട്യൂബിലും മറ്റും അനാവശ്യ കമന്റുകൾ എഴുതരുത്. അവർ ബഹുമാനം അർഹിക്കുന്നവരാണ്. അല്ലാഹുവേ, സയ്യിദന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയത്തിലാക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സ്വലാത്ത് സലാം ചൊല്ലി അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പെയ്യുകയാണിവിടെ. വൽ അസ്ഹാബി, ഇനി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാം നൽകാൻ സന്നദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാം നൽകാൻ തയ്യാറായ അവിടുത്തെ അനുചരന്മാര്, അവിടുത്തെ സ്വഹാബ, ആ സ്വഹാബത്തിന് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹമുണ്ടാകട്ടെ. മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകൾ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം പെയ്യുകയാണ്. അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി സ്വലാത്ത് സലാം ചൊല്ലുകയാണ്. സ്വഹാബത്തും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. സ്വഹാബത്ത് ദീനിന്റെ പടയാളികളാണ്. അവര് ദീനിന്റെ കാവൽ ഭടന്മാരാണ്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. സ്വഹാബത്തില്ലാതെ ദീൻ പൂർത്തിയാകുന്നില്ല. സ്വഹാബത്ത് അവര് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി, ഈ മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവര് കുടുംബം കൊടുത്തവരാണ്. അവര് സമ്പത്ത് നൽകിയവരാണ്. അവര് സന്താനങ്ങൾ നൽകിയവരാണ്. അവര് വീട് നൽകിയവരാണ്. വാഹനം നൽകിയവരാണ്. അവരെ ശരീരം തന്നെ നൽകിയവരാണ്. അതുകൊണ്ട്
അതുകൊണ്ടല്ലേ സ്വഹാബികൾ പലരും ക്രൂശിക്കപ്പെട്ടപ്പോൾ, സ്വഹാബികൾ പലരും പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ഇല്ല ഇല്ല, ഞങ്ങളെ ശരീരം നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്താൽ തന്നെയും, ഞങ്ങളെ ശരീരം നിങ്ങൾ വെട്ടി നുറുക്കിയാൽ തന്നെയും, വലൗ ഖത്തഅ്തനീ റിജ്ലീ ഫഇന്നീ മുസ്ലിമോ, നിങ്ങളെന്റെ കൈകാലുകൾ മുറിച്ച് ഛിന്ന ഭിന്നമാക്കിയാൽ തന്നെയും ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപനം നടത്തിയ സ്വഹാബത്തില്ലേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കപ്പെട്ടില്ലേ? ഈമാനിൽ ലാഞ്ചന വന്നില്ലല്ലോ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ശരീരത്തിൽ വലിയ പാറക്കെട്ടുകൾ ഏറ്റിവെച്ചിട്ട് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ ശക്തമായി വലിച്ചില്ലേ? ഈമാനിന് ലാഞ്ചന വന്നില്ലല്ലോ. ബീവി സുമയ്യ റളിയല്ലാഹു അൻഹായുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് ഇരുമ്പ് കമ്പി ചൂടാക്കിയിട്ട് ഇരുമ്പ് കമ്പി കയറ്റിയില്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹായുടെ ഈമാനിന് ലാഞ്ചന വന്നില്ലല്ലോ. ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്തായ വനിത ബീവി സുമയ്യ റളിയല്ലാഹു അൻഹായല്ലേ? യാസർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ പീഡിപ്പിക്കപ്പെട്ടില്ലേ? ഈമാനിൽ പതർച്ച വന്നില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പീഡനം കിട്ടിയില്ലേ? ഈമാൻ നഷ്ടപ്പെട്ടു പോയില്ലല്ലോ. മഹബത്തിന്റെ ആത്മവീര്യം ചോർന്നുപോയില്ലല്ലോ. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റിയില്ലേ? ഈമാനിന് കുഴപ്പം വന്നില്ലല്ലോ. മഹാനായ ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കിസ്രയിലെ രാജാവ് ചെമ്പിലിട്ട് എണ്ണ തിളച്ചുമറിയുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊല നടത്താൻ വേണ്ടി ശ്രമിച്ചില്ലേ? ഈമാൻ പതറിപ്പോയില്ലല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? മഹബത്തിൽ കുറവ് വന്നില്ലല്ലോ. അവര് ഈമാൻ കൽബിൽ രൂഢമൂലമായവരാണ്. അവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരാണ്. ഹബീബിലേക്ക് സ്നേഹം നൽകിയവരാണ്. അതുകൊണ്ടല്ലേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുതേ, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ കൊച്ചാക്കരുതേ. ഫവല്ലദീ നഫ്സീ ബിയദിഹി ലൗ അൻഫഖ അഹദുകും മിസ്ല ഉഹുദിൻ ദഹബാ മാ ബലഗ മുദ്ദു അഹദിഹിം വലാ നസീഫാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ തന്നെയും എന്റെ സ്വഹാബത്ത് എനിക്ക് തന്നിട്ടുള്ള ഒരു മുദ്ദിനോളം നിങ്ങൾ ചെലവഴിച്ചതിന് മൂല്യമില്ല. എന്റെ സ്വഹാബത്ത് ചെലവഴിച്ചതിന്റെ ഒരു പകുതി മുദ്ദിനോളം പോലും നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ദീനിനു വേണ്ടി ചെലവഴിച്ചാലും അതിന് ഞാൻ മൂല്യം കാണുന്നില്ല. കാരണം എന്റെ സ്വഹാബത്ത് പട്ടിണി കിടന്നവരാണ്. എന്റെ സ്വഹാബത്ത് എല്ലാം എനിക്ക് നൽകിയവരാണ്. എന്റെ സ്വഹാബത്ത് ജീവൻ തന്നവരാണ്. എന്റെ സ്വഹാബത്ത് വീട് തന്നവരാണ്. എന്റെ സ്വഹാബത്ത് ആരോഗ്യം തന്നവരാണ്. എല്ലാം എനിക്ക് വേണ്ടി നൽകിയവരാണ്. എന്റെ മഹബത്തിൽ ചെലവഴിച്ചവരാണ്. ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി എല്ലാം നൽകിയവരാണ്. അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചവരാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് ചെലവഴിച്ച ഒരൽപ്പം ഭക്ഷണത്തിനാണെങ്കിലും ഇത്ര വലിയ മൂല്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ, സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. സ്വഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. ഞാനൊരു സംഭവം വായിക്കാം.
മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ തന്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ലമ്മാ മാത്ത ഇബ്നു മുനീർ എന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഖറജ ജമാഅത്തും മിൻ ശുബ്ബാനി ഹലബ് യതഫറജൂന ഫഖാല ബഅദുഹും ലിബഅദ്. അതാ ഇബ്നു മുനീർ മരണപ്പെട്ടപ്പോൾ ഹലബ് പ്രദേശത്തു നിന്ന് ചില യുവാക്കൾ വരികയാണ്. അവര് പരസ്പരം പറയുന്നു, ഇബ്നു മുനീറിനെ മറവ് ചെയ്തതിനു ശേഷം അവര് പറയുകയാണ്, ഖദ് സമിഅനാ അന്നഹു ലാ യമൂതു അഹദുൻ മിമ്മൻ കാന യസുബ്ബു അബൂബക്കറിൻ വഉമറ ഇല്ലാ വയംസഖുല്ലാഹു ഫീ ഖബ്രിഹി ഖിൻസീറാ. ഹലബ് നാട്ടിലുള്ള ചില ചെറുപ്പക്കാര് പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും ചീത്ത പറഞ്ഞാൽ ആ വ്യക്തിയെ അല്ലാഹു ഖബറിൽ പന്നിയുടെ കോലമാക്കി മറിക്കുന്നതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഇബ്നു മുനീർ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞ വ്യക്തിയാണല്ലോ. നമുക്കൊന്ന് പരീക്ഷണം നടത്താമല്ലോ. മറവു ചെയ്ത ഇബ്നു മുനീറിനെ അവര് ഖബർ മാന്തുകയാണ്. ഫാജ്മഉ അംറഹും ഇലൽ മുദീഇ ഖബരി ഫമദൗ വനബശൂഹു. അവര് ഇബ്നു മുനീറിന്റെ ഖബർ മാന്തുകയാണ്. ഇന്നാ ലില്ലാഹി ഫവജദു സൂറതഹു സൂറത ഖിൻസീർ. ഇബ്നു മുനീറിന്റെ ഖബർ മാന്തിയപ്പോൾ സ്വഹാബത്തിനെ കൊച്ചാക്കി കണ്ട, സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞ ഇബ്നു മുനീറിന്റെ മുഖം പന്നിയുടെ രൂപമാണ്. മഅദല്ലാഹ് വവജ്ഹുഹു മുൻഹരിഫുൻ ഇലാ ജിഹത്തിൽ ഖിബ്ല ഇലാ ജിഹത്തിൻ ഉഖ്റാ. ഇബ്നു മുനീറിന്റെ മുഖം തന്നെ കഅബയിലേക്ക് തിരിച്ചു കടത്തിയ ഇബ്നു മുനീറിന്റെ മുഖം അത് തിരിഞ്ഞ് വേറെ ദിക്കിലേക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ്. ഹലബ് പ്രദേശത്തുള്ള ചെറുപ്പക്കാര് ആ മയ്യത്തെടുത്ത് പുറത്തു വെക്കുകയാണ്. ഖബറിന്റെ സമീപത്ത് വെക്കുന്നു അവര്. എന്തിനാണ് യുശാഹിദുന്നാസ്, ജനങ്ങൾക്കെല്ലാം ഇതൊരു പാഠമാകട്ടെ. സിദ്ദീഖ് തങ്ങളെ ചീത്ത പറഞ്ഞാൽ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മോശമാക്കി കണ്ടാൽ, സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ, സ്വഹാബത്തിനെ ചെറുതായി കണ്ടാൽ, ബിദ്അത്തുകാരെ സ്വഹാബത്തിന് മതം തിരിഞ്ഞിട്ടില്ല എന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഖബറിൽ വലിയ അദാബാണ് കേട്ടോ. ഖബറിൽ വലിയ ശിക്ഷയാണ് കേട്ടോ. ഇബ്നുൽ മുനീറിന്റെ മയ്യത്തെടുത്തവര് പുറത്തു വെച്ചു. ജനങ്ങളെല്ലാവരും കാണട്ടെ. കണ്ടതിന് ശേഷം വഅദൂ ഫീ ഖബ്രിഹി, തിരിച്ച് ഖബറിലേക്ക് തന്നെ കുഴിച്ചിടുകയാണ്. വറദ്ദൂ അലൈഹി തുറാബ്, അത് മണ്ണത് ആ ഖബറിലേക്ക് തന്നെ അവര് വാരിയിടുകയാണ്. അവര് പിരിഞ്ഞു പോരുന്നു. ഇത് ഇബ്നു ഹജർ തങ്ങൾ തന്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തില് സ്വഹാബത്തിനെ ചീത്ത പറയൽ വൻകുറ്റമാണെന്ന് എഴുതിയിട്ടുള്ള അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. സ്വഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. സ്വഹാബിയാത്തിനെയും ചീത്ത പറയാൻ പാടില്ല. സ്വഹാബി വനിതകളെ ചീത്ത പറയാൻ പാടില്ല. ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങൾക്ക് എല്ലാം നൽകിയവരല്ലേ, അവിടുത്തെ സമ്പത്ത് നൽകിയില്ലേ, ഖുർആൻ അതെടുത്തു പറഞ്ഞില്ലേ. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്തവരല്ലേ, അവിടുത്തെ ഭവതിയല്ലേ, ജീവിതത്തിലെ കൂട്ടുകാരിയല്ലേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എത്രയാണ് ത്യാഗം ചെയ്തത്, എത്രയാണ്. ബീവി മൈമൂന റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്തവരല്ലേ. സയ്യിദത്തുനാ ബീവി റംല റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങൾക്ക് സേവനം ചെയ്തവരല്ലേ, അവിടുത്തെ ഭവതിയല്ലേ, ഭാര്യയല്ലേ.
സയ്യിദത്തുനാ ബീബി റൈഹാന റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമ സ്ത്രീയല്ലേ? ചരിത്രകാരന്മാര് പരിചയപ്പെടുത്തിയില്ലേ? മാരിയ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായ ഇബ്രാഹിം എന്നവരുടെ ഉമ്മയല്ലേ? ഹബീബിന് സേവനം ചെയ്തവരല്ലേ? അവരവരെ ശരീരം കൊടുത്തവരാണ്, സമ്പത്ത് കൊടുത്തവരാണ്, കയ്യിലുള്ളതെല്ലാം ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഇത്താത്തയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ കയ്യിലൊന്നും വെക്കാറുണ്ടായിരുന്നില്ല. കിട്ടുമ്പോഴേക്ക് അതെല്ലാം സ്വതഖ ചെയ്യുകയാണ്. അബ്ദുല്ലാഹിൽ ഹമദാനി എന്നവർ പറയുകയാണ്, ഞാനൊരിക്കൽ മഹാനായ ഹസൻ ഇബ്നു യസീദ് എന്നവരുടെ സമീപത്ത് ചെല്ലുന്നു. ത്വബറസ്ഥാൻ എന്ന പ്രദേശത്താണ്. അദ്ദേഹം അതാ ജനങ്ങളെ ഉപദേശിക്കുകയാണ്, ജനങ്ങളോട് ഇങ്ങനെ വഅദ് പറയുകയാണ്. വയുവജ്ജിഹു കുല്ല സനത്തിൻ ഇലാ ബഗ്ദാദ 20,000 ദീനാർ. ബഗ്ദാദിൽ ധാരാളം ആയിരക്കണക്കിന് 10,000 ദീനാറുകൾ സ്വഹാബത്തിന്റെ സന്താനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യാറുണ്ട്. ഹസൻ ഇബ്നു യസീദ് എന്നവര് ബഗ്ദാദിൽ സ്വഹാബത്തിന്റെ സന്താനങ്ങളുണ്ടെങ്കിൽ ആ സന്താന പരമ്പരയ്ക്ക് വേണ്ടി 10,000 ദീനാർ വർഷാവർഷവും കൊടുക്കാറുണ്ട്. അപ്പോൾ വരുന്നു ഫഹദറ ഇൻദഹു റജുലുൻ. ആ ഹസൻ ഇബ്നു യസീദ് എന്നവരുടെ സമീപത്തേക്ക് ഒരു വ്യക്തി വരുന്നു. അദ്ദേഹം ഫദക്കറ ആയിഷ റളിയല്ലാഹു അൻഹാ ബിദിക്രി ഖബീഹിൻ മിനൽ ഫാഹിഷ. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അതാ വന്നു കയറിയ വ്യക്തി മോശമായി പറയുകയാണ്, ആയിഷ ബീവിയെ മോശമാക്കുകയാണ്. അപ്പോൾ ഫഖാലുൽ ഹസനു ലി ഗുലാമിഹി, ഹസൻ എന്നവർക്ക് അത് സഹിച്ചില്ല. ഉടനെ അടിമയോട് പറയുകയാണ്, യാ ഗുലാം കും ഫദ്രിബ് ഉനുക ഹാദാ, എഴുന്നേൽക്കണേ, വാളെടുക്കണേ. ആയിഷ ഉമ്മാനെ മോശമാക്കിയ, ആയിഷ ബീവിയെ മോശമായി പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടണേ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇന്നാലില്ലാ, സ്വഹാബത്തിനെയും സ്വഹാബിയാത്തിനെയും മോശമാക്കിയാൽ തീർച്ചയായും അതിന്റെ ദുരന്തം ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ മോശമാക്കി ചിത്രീകരിക്കരുത്, സ്വഹാബിയാത്തിനെ മോശമാക്കരുത്, സ്വഹാബികളെ അവരെ കൊച്ചാക്കി കാണാൻ പാടില്ല. അല്ലാഹുവേ, ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആ സ്വഹാബത്തിനെ സ്മരിക്കുകയാണ്. ഉമറുൽ ഖാഹിരി എന്നവർ സ്വഹാബത്തിനെ സ്മരിക്കുകയാണ്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ആൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വരിയുടെ അവസാന ഭാഗം അവിടുത്തെ സലാം വരുന്നു, അവിടുത്തെ സലാത്ത് വരുന്നു. അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പെയ്യേണ്ടത് അഹ്മദ് നബിയുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കുടുംബത്തിന്റെ മേൽ, അവിടുത്തെ അനുചരന്മാരുടെ മേൽ, അതുപോലെ വമൻ ലിൽ ആലി ആൽ, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലേക്ക് ചേർന്നവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇവരെ 4 പേരെയും ഇരുത്തിയിട്ട് ഹൗലായി അഹ്ലു ബൈത്തി,
അല്ലാഹുവേ ഇവരെന്റെ കുടുംബമാണ്, ഇവരെന്റെ അഹ്ലു ബൈത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇനി ആ കുടുംബത്തിലേക്ക് ചേർന്നവര്, അവരെ പരമ്പരയിലൂടെ വന്നവര്, എല്ലാ സയ്യിദന്മാര്, എല്ലാ തങ്ങന്മാര്, എല്ലാവരുടെ മേലും സ്വലാത്ത് സലാം ഉണ്ടാകട്ടെ. മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്നു. അവിടെ ഈ വരി വ്യാഖ്യാനിച്ചവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ ലിൽ ആലി, ആൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആത്തിഫ് കളയപ്പെട്ടു പോയിട്ടുണ്ട്. അത് മുതഅല്ലിമീങ്ങളുടെ ഭാഷയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയല്ല. വമൻ ലിൽ ആലി, ആൽ ആ കുടുംബത്തിലേക്ക് ചേർന്നവർ എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത് എന്ന് ഈ കവിതയുടെ വ്യാഖ്യാതാക്കളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് നാം പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലുമുള്ള സ്വലാത്താണ്, അവിടുത്തോട് ഉള്ള സലാമാണ്. മഹാനായ ഉമർ അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ചൊല്ലുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറിയൊരു സംഭവം പറയട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ പറയുകയാണ്, കാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഗാർ സൗറിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഫഅതിശ അബൂബക്കർ സിദ്ദീഖ് അത്ശൻ ശദീദാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ശക്തമായി ദാഹിക്കുന്നു. ഫശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറയുന്നു. ഞാനിത് വായിക്കുന്നത് ഇബ്നു അസാക്കിർ റഹിമഹുല്ലയുടെ താരീഖു ദിമശ്കിന്റെ 30-ാം വാള്യത്തിന്റെ 150-ാം പേജിൽ നിന്നാണ്. വലിയ കിതാബാണ്, 60-ലധികം വാള്യങ്ങളുള്ള വലിയ കിതാബാണ് താരീഖു ദിമശ്ക്. വലിയ പണ്ഡിതനായ ഇബ്നു അസാക്കിർ റഹിമഹുല്ലയാണ് അതിന്റെ രചയിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുകയാണ്. ഓ ഹബീബായ നബിയേ, ദാഹിക്കുന്നുണ്ട് നബിയേ, വെള്ളം വേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു, ഇദ്ഹബ് ഇലാ സദ്രിൽ ഗാർ. ഓ സിദ്ദീഖ്, നിങ്ങൾ ഈ ഗുഹാമുഖത്തേക്ക് ഇറങ്ങിക്കോ സിദ്ദീഖ്. വശിരിബ്, എന്നിട്ട് വെള്ളം കുടിച്ചോളൂ സിദ്ദീഖ്. വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ, ഈ ഇത്രയും വലിയ പർവ്വതത്തിന്റെ മുകളിൽ, ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് എവിടെയാണ് വെള്ളം കിട്ടാനെന്ന സന്ദേഹം, ആ സംശയം സിദ്ദീഖ് തങ്ങൾക്കില്ല. കാരണം പറയുന്നതാരാണ്? മുഅ്ജിസാത്തുകളുടെ ഉടമയായ, എല്ലാം അല്ലാഹു നൽകിയിട്ടുള്ള ലോകൈക ഗുരുവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരെ ഗുഹാമുഖത്തേക്ക് വരികയാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു. وشرب منه ماء أحلى من النسل وأبيض من اللبن وأزكى من رائحة من المسك. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കുകയാണ്. ആ വെള്ളത്തിന് എന്തൊരു സൗരഭ്യമാണ്. ആ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്.
ആ വെള്ളം അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വേണ്ടുവോളം കുടിച്ചു. സുമ്മഅദ ഇലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് മടങ്ങി ചെല്ലുന്നു. അപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ശരിബത്തു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, ശരിബത്തു യാ റസൂലല്ലാഹ്, ഞാൻ വെള്ളം കുടിച്ചു നബിയേ. വേണ്ടുവോളം കുടിച്ചോ സിദ്ദീഖേ? അതേ നബിയേ, വേണ്ടതുപോലെ കുടിച്ചു നബിയേ. എന്നാൽ സിദ്ദീഖ്, അലാ ഉബശ്ശിറുക യാ അബൂബക്കർ, ഓ അബൂബക്കർ സിദ്ദീഖ്, ഞാനൊരു സുവിശേഷം അറിയിക്കട്ടെയോ? ഞാനൊരു സന്തോഷം നിങ്ങളെ അറിയിക്കാമല്ലോ സിദ്ദീഖ്. അതെന്താണ് നബിയേ? ഫിദാക ബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, എന്റെ ഉമ്മാനെയും ഉപ്പാനെയും ഞാൻ അങ്ങേക്ക് പ്രായശ്ചിത്തമാണ് നബിയേ, അങ്ങേക്ക് ധന്യമാണ് നബിയേ. നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് എന്നോട് പറയാനുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ സിദ്ദീഖേ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടിയതെന്നറിയുമോ? നിങ്ങൾ ഈ ഗാറ് സൗറിൽ ദാഹിച്ചപ്പോൾ നിങ്ങൾ ആ വാർത്ത എന്നോട് പറയുമ്പോ അല്ലാഹു ആ വിവരം അറിയുകയാണ്. അല്ലാഹു തആല, ഇന്നല്ലാഹ തആല അമറൽ മലിക്കൽ മലക്കൽ മുവക്കല ബി അൻഹാരിൽ ജന്നാ, സ്വർഗത്തിന്റെ അരുവി കാത്തുകൊണ്ടിരിക്കുന്ന, സ്വർഗത്തിലെ പാലരുവിയും തേനരുവിയും എല്ലാം കാവൽക്കാരായ മലക്കുകളോട് അല്ലാഹു പറയുകയാണ്, എന്റെ സിദ്ദീഖ് ആറ് സൗറിൽ ദാഹിക്കുകയാണ് സ്വഹാബ, എന്റെ സിദ്ദീഖ് ആറ് സൗറിൽ ദാഹിക്കുകയാണ് മലക്കുകളെ. നിങ്ങൾ സ്വർഗത്തിലെ ഒരരുവി എന്റെ സിദ്ദീഖിന്റെ വായിലേക്ക് തിരിച്ചു കൊടുക്കണേ മലക്കുകളെ. ഓ സിദ്ദീഖ്, നിങ്ങളിപ്പോൾ കുടിച്ച വെള്ളം അത് സ്വർഗീയ അരുവിയിൽ നിന്നാണ്, അത് സ്വർഗത്തിലെ വെള്ളമാണ് സിദ്ദീഖ്. അപ്പോഴതാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരയുകയാണ്. സിദ്ദീഖ് തങ്ങൾ തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഓ നബിയേ, എനിക്ക് നാളെ ആഖിറത്തിൽ കിട്ടേണ്ട വെള്ളമാണോ നബിയേ ഞാൻ കുടിച്ചുപോയത്? ഇനി എനിക്ക് സ്വർഗത്തിൽ ആ വെള്ളം കിട്ടുകയില്ലേ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറയുന്നു, നഅം, ഓ സിദ്ദീഖേ, ഇതിനേക്കാൾ വാഫുദലു, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വെള്ളം നിങ്ങളെ നാളെ ആഖിറത്തിൽ കാത്തിരിക്കുന്നുണ്ട് സിദ്ദീഖ്. നിങ്ങൾ കരയല്ലേ സിദ്ദീഖ്? ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ ലാ യദ്ഖുലുൽ ജന്നത മുബ്ഗിലക വലൗ കാന ലഹു അമല 70 നബിയ്യാ. സിദ്ദീഖേ, എന്നെ പ്രവാചകനായി നിയോഗിച്ച അല്ലാഹു സാക്ഷിയാണ് സിദ്ദീഖ്. ലാ യദ്ഖുലുൽ ജന്നത മുബ്ഗിലക, നിങ്ങളെ കോപിപ്പിച്ചവൻ ആ വ്യക്തി സ്വർഗത്തിൽ കടക്കുകയില്ല, അയാൾ സ്വർഗത്തിലെത്തൂല. നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ശകാരിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും കൊച്ചായി കണ്ടാൽ ആ വ്യക്തി സ്വർഗത്തിലെത്തുകയേ ഇല്ല. വലൗ കാന ലഹു അമല 70 നബിയ്യാ, ആ വ്യക്തിക്ക് 70 പ്രവാചകന്മാരുടെ അമലുണ്ടായാൽ തന്നെയും സിദ്ദീഖാകുന്ന നിങ്ങളെ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് അനുകൂലമായി കയ്യൊപ്പ് വെച്ചിട്ടില്ലെങ്കിൽ സിദ്ദീഖ് ആ വ്യക്തി സ്വർഗത്തിലെത്തുകയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ മഹബ്ബത്തിൽ ജീവിച്ചവരല്ലേ.
ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താത്തത്, ഹബീബായ തങ്ങളോട് അധമ്യമായ സ്നേഹം കാണിക്കാതിരുന്നാൽ അത് സിദ്ദീഖ് തങ്ങൾ ഇഷ്ടപ്പെടുമോ? ഔറത്ത് തുറന്നിട്ട് നമ്മൾ അങ്ങാടികളിലൂടെ ഓടിയാൽ അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമാകുമോ? നമ്മൾ മാപ്പിളപ്പാട്ടുകളുടെ പിന്നാലെ ഓടിയാൽ അത് സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടമാകുമോ? മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കൽ ഹറാമല്ലേ? പാടില്ലാത്തതല്ലേ? അത് മാംഗോ റേഡിയോ ആയാലും ചക്ക റേഡിയോ ആയാലും ഹറാമാണ് കേട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അദ്ദേഹം സ്വർഗത്തിലെത്തുകയില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വഹാബത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാക്കണേ അല്ലാ. സ്വഹാബത്തിനോടൊന്നിച്ച് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ ഈ കമന്റ് ബോക്സിലൂടെ പലരും പല ആവശ്യങ്ങളും പറഞ്ഞ് എല്ലാ ദിവസവും ദുആ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാറുണ്ട്. പേരുകൾ ഓരോരുത്തരുടേത് വായിച്ച് ദുആ ചെയ്യാറില്ലെങ്കിലും എല്ലാവരെയും മനസ്സിൽ കരുതാറുണ്ട്. കമന്റുകളൊക്കെ വായിക്കാറുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന SYS പൂവത്തിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തകർ, അല്ലാഹുവേ, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. പൂവത്തിക്കൽ സർക്കിളിന്റെ പ്രവർത്തകരിൽ എല്ലാവർക്കും നീ രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, മീഡിയക്കു പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങള്, കൂട്ടുകാര്, പ്രത്യേകിച്ച് റിസാല മീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാർ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുറൗദയിൽ നിന്ന് ഒരു തിരുനോട്ടം തന്ന് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ കുരുത്തവും പൊരുത്തവും നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ മനാമിൽ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ ശാക്കിരീങ്ങളിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ ദാക്കിരീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പരാജയപ്പെടുത്തരുതേ അല്ലാ. എല്ലാ ആഫാത്തിൽ നിന്നും കാക്കണേ അല്ലാ. എല്ലാ മുസീബാത്ത് ഫളീഹാത്ത് സല്ലാത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, കമന്റ് ബോക്സിലൂടെ പല ആവശ്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവര്, അവരിൽ കടങ്ങൾ പറഞ്ഞവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വീട് പണി നടക്കുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, മക്കൾ സ്വാലിഹാകാൻ പറഞ്ഞവരുണ്ട്, യോജിച്ച ഇണകളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, കുടുംബജീവിതത്തിന്റെ ഖൈർ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ രോഗികളുണ്ട്, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ആരുടെയും പേര് വായിച്ചിട്ടില്ലെങ്കിലും എല്ലാവരെയും അറിയുന്ന നാഥാ, ഈ മജ്ലിസിന്റെ അലമത്ത് കൊണ്ട്, ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വരികളുടെ ഹുർമത്ത് കൊണ്ട് റബ്ബേ, നീ അവരെ എല്ലാവരുടെയും ഖൈറായ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, ദീനിന്റെ ഖാദിമീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളാക്കിയ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സംഘടനാ പ്രവർത്തകര്, ഞങ്ങളെ നേതാക്കള്, ഞങ്ങളെ ഉലമാക്കള്, ഞങ്ങളെ സയ്യിദന്മാര്, എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാ. വഫാത്തായി പോയവരുടെ എല്ലാവരുടെയും ദറജ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്ത് കാലത്ത് കാണാൻ കഴിയാത്ത ഹതഭാഗ്യരാണ്. റബ്ബേ, നാളെ സ്വർഗത്തിലെത്തിയിട്ടെങ്കിലും ആ മുത്തുനബിയുടെ കൈപിടിച്ചൊന്ന് ചുംബനം നൽകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ ബൈത്ത് ചർച്ച ചെയ്യുന്നത്, ഈ വരികൾ ഞങ്ങൾ പാടുന്നതും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അതിനൊരു കാരണമാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണാൻ ഇതൊരു കാരണമാക്കണേ അല്ലാ. പല തവണ അവിടുത്തെ സൗന്ദര്യമുള്ള മുഖം ഞങ്ങൾക്ക് നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാ. തട്ടിക്കളയരുതേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി